കോടതിയലക്ഷ്യ കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരം ഇളവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഷുഹൈബ് വധക്കേസിലെ CBI അന്വേഷണം റദ്ദാക്കിയ വിധി തിരക്കഥയുടെ ഭാഗമാണെന്ന വിവാദ പരാമർശമാണ് കോടതിയലക്ഷ്യ നടപടിക്ക് ആധാരം. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു കെ സുധാകരന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായി ഇളവ് വേണം എന്നായിരുന്നു കെ സുധാകരന്റെ ആവശ്യം. സ്ഥിരമായി ഇളവ് നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി കെ സുധാകരന്റെ ഉപഹർജി തള്ളി. വേനൽ അവധിക്കാലത്തിന് ശേഷം കോടതി ചേരുമ്പോൾ നേരിട്ട് ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കെ സുധാകരന്റെ ഉപഹർജിയിൽ വിധി പറയുമെന്ന് അറിയിച്ച ശേഷം 5 തവണയിലേറെ ഉത്തരവ് പറയാതെ ഹൈക്കോടതി മാറ്റി. തുടർന്നാണ് കെ സുധാകരന്റെ ഉപഹർജി തള്ളിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചത്. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി തിരക്കഥയുടെ ഭാഗമാണെന്നായിരുന്നു 2019 ഓഗസ്റ്റ് 3 കെ സുധാകരൻ ചാവക്കാട് പ്രസംഗത്തിൽ പറഞ്ഞത്. സർക്കാർ 50 ലക്ഷം രൂപ അഭിഭാഷകന് ഫീസായി നൽകി. ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതോടെ ജഡ്ജിയുടെ മനസ്സ് മാറി. സെൻസ് നഷ്ടപ്പെട്ടു. വിധിന്യായം നിരാശപ്പെടുത്തുന്നു. നിലവാരമില്ലാത്ത വിധിന്യായം കോടതിയുടെ അന്തസ്സ് കെടുത്തും എന്നായിരുന്നു കെ സുധാകരന്റെ ചാവക്കാട്ടെ വിവാദ പ്രസംഗം. ഇതിനെതിരെ അഭിഭാഷകനായ ജനാർദ്ദന ഷെണി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.